ഗുഡ് മോർണിംഗ് ഫ്രം സെറയേവോ. ബോസ്നിയ ആൻഡ് എർസിഗോവിന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സെറയേവോയിൽ നിന്നും വലിയൊരു ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സെറയേവോയുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ട്രിപ്പാണ്. സെറയേവോ നഗരത്തിൽ നിന്ന് കുറച്ച് മാറി. സെറയേവോ നമ്മൾ ബോസ്നിയയുടെ മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ട്രയാങ്കിൾ പോലെയാണ്. സെറയേവോ ഏകദേശം ഒരു കോർണറിലേക്ക് മാറി നിൽക്കുന്ന ഒരു നഗരമാണ്. നമ്മൾ ഇന്ന് പോകുന്നത് സെൻട്രൽ ബോസ്നിയ റീജിയൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഫ്രണ്ട് ബോസ്നിയക്കാരൻ, പുള്ളി വരും. പുള്ളിയുടെ കൂടെയാണ് നമ്മളിന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട് സിൽഫോ. യുവർ നെയിം ഈസ് സിൽഫോ, റൈറ്റ്? പക്കാ ബോസ്നിയക്കാരൻ. ആൻഡ് നമ്മളൊരു ഫ്രണ്ട് മൻഷാദിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. സോ അങ്ങനെ പരിചയപ്പെട്ടാണ്. പുള്ളിയാണ് നമ്മളിന്ന് ഗൈഡ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് സിറ്റീസ് സെൻട്രൽ ബോസ്നിയ. ഐ തിങ്ക് വി ആർ ഗോയിങ് ടു സെൻട്രൽ ബോസ്നിയ ഏരിയ. And Travnik and Jajce. Correct. Pronunciation is a bit hard. So ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെ തലസ്ഥാനമായ സെറയേവോയിൽ നിന്നും 160 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന യായ്റ്റ്സെ, പിന്നെ ട്രാവനിക് എന്നീ നഗരങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രാ പദ്ധതിയിലുള്ളത്. സെറയേവോ നഗരം വിട്ടതോടെ ബോസ്നിയയുടെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ദൃശ്യമായി. മലനിരകളും താഴ്വാരത്തിലെന്നോളം ഓടിട്ട മേൽക്കുരയോട് കൂടിയിട്ടുള്ള ബോസ്നിയൻ വീടുകളും എല്ലാമായ മനോഹരമായ ഭൂപ്രകൃതി. ചെറിയ മഴയും മറ്റുമായപ്പോൾ ദൃശ്യങ്ങൾക്ക് ഇരട്ടി ഭംഗി. പലയിടത്തും സ്ലൊവേനിയ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഭൂപ്രകൃതിയായാണ് ബോസ്നിയയിലേതെന്ന് എനിക്ക് തോന്നിയത്. പുറത്ത് നല്ല മഴയാണ്. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ നല്ലൊരു വലിയ ഫ്ലഡ് ഉണ്ടായിരുന്നു. മോസ്റ്റാർ എന്ന് പറഞ്ഞ സിറ്റിയുടെ ഒക്കെ അടുത്തൊക്കെ ആയിട്ട് കുറേ ഭാഗത്ത് നശിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കാമെന്ന് കരുതി. ഹൗ മച്ച് ഫോർ ദ പെട്രോൾ? 1 liter? 1 liter, 2.43 marks, which is about euro 120, 125. Yeah. ഏകദേശം 100 രൂപ ഒരു ലിറ്ററിന്. സെയിം ലൈക്ക് ഇന്ത്യൻ പ്രൈസ്, മോർ ഓർ ലെസ് സെയിം ലൈക്ക് UK. നമ്മുടെ പ്ലാൻ പ്രകാരം ആദ്യം ട്രാവനിക് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിർത്താനായിരുന്നു. പക്ഷേ നല്ല മഴ. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവനിക്കിൽ എത്തിയിട്ടുണ്ട്. ബട്ട് നല്ല മഴ കാരണം തൽക്കാലം നമ്മൾ നേരെ യാറ്റ്സെ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്ക് വിടുകയാണ്. ആൻഡ് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ട്രാവനിക്ക് കാണാമെന്ന് കരുതി. നല്ല രസമുള്ള ഹില്ലി ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വീടുകൾ, നല്ല റോഡ്, ഫോഗി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ട്രാവനിക്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ യാറ്റ്സെ എന്ന് പറയുന്ന സിറ്റി അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ദൂരമില്ല, കുറച്ചും കൂടി ഉള്ളൂ. അപ്പം വെതർ കുറച്ചൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫോൾ കാണാനാണ്. യാറ്റ്സെ വാട്ടർഫോൾ, റൈറ്റ്? യാറ്റ്സെ വാട്ടർഫോൾ. ബോസ്നിയ എത്രത്തോളം ഒരു മൾട്ടി കൾച്ചറലാണെന്ന് നമുക്ക് ഇവിടുന്ന് വിസിബിൾ ആവും കേട്ടോ. ദിസ് ഈസ് യുഗോസ്ലാവിയൻ ടൈം ബിൽഡിംഗ്സ്. ലുക്ക് ലൈക്ക് ഹിയർ. യുഗോസ്ലാവിയൻ കാലഘട്ടത്തിലെ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാം. അതെ, യൂഗോസ്ലാവിയൻ കാലഘട്ടത്തിലെ കെട്ടിടം. നീല ഡോമോട് കൂടിയിട്ടുള്ള ഓട്ടോമൻ കാലഘട്ടത്തിലൊരു മുസ്ലിം പള്ളി. അതിന് നേരെ എതിർഭാഗത്തായി ഓസ്ട്രോ ഹംഗേറിയൻ കാലഘട്ടത്തിലൊരു ക്രിസ്ത്യൻ പള്ളി. സാംസ്കാരികമായി വൈവിധ്യത എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. And this area is with Muslim Bosniaks and Croats a lot. Or Yes, but majority here are Bosniaks. Bosnians. Minority are Croats, but still they live here. They live here. Okay. And the food and everything is like mix and everything you can find as well. You can find. Just generally asking, like Croats and Bosniaks food is similar? Food is similar, only Bosniaks don't eat pork. Only that Only one. that Except everything is same. Except everything is the same. Yes. അപ്പോൾ ബോസ്നിയക്സ് ഈ പറഞ്ഞ പോലെ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം പോക്ക് കഴിക്കില്ല. ബാക്കിയുള്ള ഫുഡും ഇവരുടെ ഒരു ഡിഫറെൻറ്റ് എത്നിക് ആണെങ്കിലും സെയിം ആണെന്നാണ് പറയുന്നത്. The rest everything is സെയിം. നമ്മൾ വന്നപ്പോഴും നല്ല മഴയാണ്. അപ്പം യാറ്റ്സെ വാട്ടർഫോൾ അല്ലെങ്കിൽ പ്ലീവ വാട്ടർഫോൾ എന്ന് പറയും. ക്ലീനസ്റ്റ് വാട്ടർഫോൾ ആണെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് വേറെ ലോകത്തിലെ
കുറച്ച് വാട്ടർഫോൾ മാത്രമേ ഉള്ളൂ ടൗൺ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് ഈ കാണുന്ന യൈറ്റ്സേ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു കിടിലൻ വ്യൂ ഉണ്ട്. ആൻഡ് ഈ സമ്മർ ടൈമിൽ സാധാരണ ഈ ഭാഗം എല്ലാം കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരിക്കുന്ന പറയുന്നത്. കുറേ ഷോപ്പെല്ലാം ഓപ്പൺ ചെയ്ത് പാർക്കിങ്ങും സ്പേസ് ഇല്ലാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ. ബട്ട് ഈ ഒരു സമയം പ്രശ്നമില്ല. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് 2.5 hours ഡ്രൈവ് ഫ്രം Sarajevo, right? Yes, almost 3. Almost 3, yeah. Welcome to Yaitse. അപ്പോൾ നമുക്ക് ഈ വാട്ടർഫോള് വരുന്നത് ആ പ്ലിവ എന്ന് പറഞ്ഞ റിവറിനാട്ടോ. ആൻഡ് അതിങ്ങനെ വന്ന് ഒഴുകിയിട്ട് ഈ കാണുന്ന മറ്റൊരു റിവർ ബ്രസ്വിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുള്ള, എനിക്ക് ഇവിടുത്തെ പേര് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, അതുമായിട്ട് യോജിക്കുകയാണ് ചെയ്യുന്നത്. അത് 22 മീറ്ററാണ് ഈ വാട്ടർഫോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മുന്നേ 30 മീറ്റർ ഉണ്ടായിരുന്നു. എർത്ത് ക്വേക്കിൽ ചെറിയ ഡാമേജും മറ്റൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ 22 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു സറൗണ്ടിങ്സ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ്. ഒരു ഭാഗത്ത് നല്ല മൗണ്ടൻസ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിങ്ങനെ ക്യാമറ പാൻ ചെയ്യുന്ന സമയത്ത് ആ റിവർ ഒഴുകിപ്പോകുന്നു. ആൻഡ് പ്ലിവ റിവറിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ആ വാട്ടർഫോളും നല്ല രസമുള്ള കാഴ്ചയാണ്. വാവ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് പ്ലിവ വാട്ടർഫോൾ അല്ലെങ്കിൽ യൈറ്റ്സേ വാട്ടർഫോൾ കഴിഞ്ഞു. ഇനി വീണ്ടും കാറിലേക്ക്. മഴയാണൊരു പ്രശ്നം, അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ഇഫ് ഇറ്റ്സ് നൈസ് വെദർ വിൽ ബി നൈസ്, isn't it? Yes, yes. Nice clean water you can see, suppose, but now it's kind of brownish water, but still it's nice. Because it was a rainy And from the mountain and water. from the mountain. Yes. When it is a spring and summer, it's very clean. Clean, yeah. അപ്പോൾ നമ്മളിത് ഫോർട്രസ്സിലേക്ക് പോവാണ്. ഈ ഫോർട്രസ് യൈറ്റ്സേ ഫോർട്രസ് 14ാം നൂറ്റാണ്ടിലൊരു ഫോർട്രസ്സാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നമ്മളതിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ യൈറ്റ്സേയുടെ ഒരു സിറ്റി സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരിടമാണ് ഈ കാണുന്നത്. അപ്പോൾ 14ാം നൂറ്റാണ്ടിൽ ബോസ്നിയൻ കിങ്ഡം അന്ന് എന്താ പറയുക ശക്തരായിരിക്കുന്ന സമയത്ത് പണിതിട്ടുള്ളൊരു ഫോർട്രസ്സാണിത്. യൈറ്റ്സേ എന്ന് പറയുന്ന ഈ സിറ്റിയെ ഏറ്റവും മനോഹരമായിട്ട് കാണുന്ന രീതിയിലും അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ലൊക്കേഷനാണ് അവർ അന്ന് ചൂസ് ചെയ്തത്. പിന്നീട് വന്ന പല സാമ്രാജ്യങ്ങളും ഇതിന് മേൽ ചില അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെയും ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെയും ഒരു താവളമായിട്ട് ഈ ഒരു ഫോർട്രസ് മാറിയിരുന്നു. നമുക്കിതൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു സറൗണ്ടിങ് ആണ് ഇതിന് ചുറ്റുമായിട്ടുള്ളത്. 1-2 പുതിയ ബിൽഡിങ് മറ്റൊക്കെ കാണാം. അതല്ലാതെ ഈ ഒരു ഫോർട്രസും ഈ ഒരു ചെറിയൊരു ഹൈക്കും ഉണ്ട്. അതും കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ബോസ്നിയൻ മലനിരകളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു ആംബിയൻസാണ് ഇതിൻ്റെ അകത്ത് സൃഷ്ടിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടവർ പോലെ എന്തോ ഉണ്ട്. നമുക്ക് എന്താണ് തിരിച്ച് വരുമ്പോൾ നോക്കാം. അപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അത് കാരണം നല്ല രസമുള്ളൊരു വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചുറ്റുമുള്ള ഈ യൈറ്റ്സേ എന്ന് പറഞ്ഞ നഗരം, മലനിരകളും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മളിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസിൽ എത്തിയിട്ടില്ല. കുറച്ച് കൂടെ ഒന്ന് ഹൈക്കുണ്ട്. വലിയ സ്റ്റെപ്പുകളാണ്. Lucky, that's what I was saying to the video actually. സോ അപ്പോൾ ഈ കാണുന്നതാണ് ബോസ്നിയൻ കിങ്ഡം കാലഘട്ടത്തിലെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. Crown with the lilies, yeah. That was like the lilies they took from one dynasty from French. I mean, they so similar, and then the lilies became a symbol for the Bosnian kings. Means that sign has been there since 14th century. Possibly 14th century. Wow. So 1700 വർഷം പഴക്കമുള്ള ഒരു സൈൻ. ഐ മീൻ ബോസ്നിയൻ കിങ്ഡം കാലഘട്ടത്തിലൊരു അവരുടെ ഒരു സിമ്പിളാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദിസ് ഈസ് ദി എൻട്രി ടു ദ ഫോർട്രസ്, റൈറ്റ്? Yes, yes. താങ്ക് യു. Welcome. യൈറ്റ്സേ ഫോർട്രസ്. എൻട്രി ഫീ വെറും 2 mark per person, which means about €1. Yes, 1 euro. That's a bargain actually. അപ്പോൾ നമ്മൾ ഈ ഫോർട്രസിലേക്ക് കയറി വന്നു. ഈ ഒരു
വലിയൊരു വഴി കാണാം കേട്ടോ. ആ വഴിയിലൂടെ വരുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഈ പറയുന്ന യൈറ്റ്സ് എന്ന് പറയുന്ന ആ ടൗൺ സെൻറ്ററും റോഡും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. വളരെ രസമായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണാൻ പറ്റും. ഈ ഫോട്ടോസിൻ്റെ വാൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഈ കല്ലുകളും കാര്യങ്ങളും തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. താഴെ നീണ്ടു നിവർന്ന് കിടക്കുന്ന യൈറ്റ്സ് ടൗണും എല്ലാം കാണാട്ടോ. ഞാൻ കരുതി വളരെ ചെറിയ ടൗണായിരിക്കുന്നു, പക്ഷേ അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. നമുക്ക് നേരെ മുന്നിൽ അവിടെ ബോസ്നിയയുടെ ഫ്ലാഗ് കാണാം. നല്ല ബ്ലൂ, യെല്ലോ ആൻഡ് വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ളൊരു വലിയൊരു ഫ്ലാഗാണ് അവിടെ കിടക്കുന്നത്. ഈ ഫോട്ടോസിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ ഒരുപാട് മോസ്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര അധികം മോസ്കുള്ള ഒരു യൂറോപ്യൻ കൺട്രി കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി ഇവിടുത്തെ പോപ്പുലേഷൻ്റെ 50% മുസ്ലിങ്ങളാണ്. ആൻഡ് അതും ഈ ഓട്ടോമൻ കാലഘട്ടത്തിൽ അവരാണ് ഇവരെ ഈ ഒരു മതപരിവർത്തനവും മറ്റുമൊക്കെ കൊണ്ടുവന്നത്. 400 വർഷത്തെ ഓട്ടോമൻ ഭരണവും കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഇതിപ്പം നമ്മൾ ഹിസ്റ്ററി മാത്രം നോക്കിയിട്ടില്ല, അല്ലാണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കേണ്ട അല്ലെങ്കിൽ വന്നാൽ നഷ്ടമില്ലാത്തൊരു ലാൻഡ്സ്കേപ്പായിട്ട് എനിക്ക് തോന്നി. വെരി നൈസ് ആക്ച്വലി. ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ കാണുന്ന മിലിൻചിച്ചി എന്ന് പറയുന്ന ഒരു വാട്ടർ മിൽസ്. പഴയകാലത്തെ നമ്മൾ അരിയും മറ്റ് ഫ്ലവേഴ്സൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മിൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇന്നിപ്പം അത് ആ പേർപ്പസിന് യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു കൾച്ചറൽ മോണിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നാഷണൽ മോണിമെൻ്റ് ആയിട്ട് ഇവർ പ്രഖ്യാപിച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നല്ല രസമായിട്ട് ഈ ഒരു ലേക്കിൽ പ്ലിവ എന്ന് പറഞ്ഞ ലേക്കാട്ടോ. പ്ലിവ എന്ന് പറഞ്ഞ ലേക്കിൻ്റെ ഓരത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നല്ല രസമാണ് ഇത് കാണാൻ. കുറേ ചെറിയ വുഡൻ മിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു സൗണ്ടും ഒരു ഗ്രീനറിയും ഈ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ ഒരു മാജിക്കൽ ഫീലാണ് നമുക്ക് തരുന്നത്. എന്ത് രസമുള്ള കാഴ്ചയാണ് നമുക്ക്. ഇവിടെ നമ്മൾ ഓരോ മില്ലിനും നമ്പേഴ്സ് കാണാം കേട്ടോ. 12, 13, 14 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അങ്ങനെ കുറച്ച് മില്ല് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ എല്ലാത്തിനും നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല രസമുള്ളൊരു ആംബിയൻസാണ് ഇതിനകത്ത്. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന റാൻഡമായിട്ട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് കൂടെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക ക്രോസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കണ്ടില്ലേ, വെള്ളം നല്ല ഒഴുക്കാണ്, നല്ല ഫാസ്റ്റായിട്ട് ഒഴുകുന്നത് കണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ബിൽഡ് ചെയ്യുന്നൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. ബോസ്നിയ ജസ്റ്റ് ഒരു കൾച്ചറലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള രാജ്യം മാത്രമല്ല, നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം തന്നെ ബോസ്നിയയിൽ ഒളിഞ്ഞെടുപ്പുണ്ട്. അതുകൂടെ നമ്മൾ വരുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. മൊസ്താറോ അല്ലെങ്കിൽ സരയാവോ മാത്രമല്ല എന്നുള്ളതിന് തെളിവ് കൂടിയിട്ടാണ് സെൻട്രൽ ബോസ്നിയയിലെ ഇത്തരത്തിലുള്ള ചില നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ടെ. അടുത്ത ലൊക്കേഷൻ എന്താണ് എനിക്ക് തോന്നുന്നത് ട്രാവനിക് എന്ന് പറഞ്ഞ സിറ്റിയാണ്. ട്രാവനിക് എന്ന് പറഞ്ഞാൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഓട്ടോമൻ സിറ്റിയിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. പ്ലിവ വാട്ടർ മില്ലിൽ നിന്നും 65 കിലോമീറ്ററാണ് ട്രാവനിക് എന്ന പട്ടണത്തിലേക്ക്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞതിനാൽ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ട്രാവനിക്കിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കട്ടോ. ബോസ്നിയയുടെ തന്നെ ഒരു നാഷണൽ ഡിഷ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഡിഷ് എന്ന് പറയുന്നത് ഷിവാപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. ആ ഒരു ഷിവാപ്പ് ഏറ്റവും നല്ല ടേസ്റ്റിൽ രുചികരമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രാവനിക് നഗരമാണ്. നമ്മളവിടെ വന്നിട്ട് അവിടുന്ന് ഷിവാപ്പ് ട്രൈ ചെയ്യാൻ കരുതി. ബോസ്നിയക്കാരുടെ ഇഷ്ട വിഭവമാണ് ഷിവാപ്പെ.
ബീഫ് അരച്ചെടുത്ത് കൈകൊണ്ട് സോസേജ് ഷേപ്പിലാക്കി ഗ്രിൽ ചെയ്തെടുത്തു. അതിനുശേഷം കുബൂസും കുറച്ച് ഉള്ളിയും ചേർത്താണ് ഇത് വിളമ്പാറ്. അതീവ രുചികരമായ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ശിവാപ്പ എന്ന് പറയുന്നത്. ഓട്ടോമൻ ഭരണകാലത്തെ ബോസ്നിയയുടെ തലസ്ഥാനമായ ട്രാവനിക് പട്ടണത്തിലാണ് നമ്മളിപ്പോൾ. ഈ ഒരു പട്ടണത്തിൻ്റെ ഓരോ മൂലയിലും ഓട്ടോമൻ പാരമ്പര്യം വിളിച്ചോതുന്ന 18-ാം നൂറ്റാണ്ടിലെ പള്ളികളും മറ്റു നിർമ്മാണങ്ങളും കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയെന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ പണിത ട്രാവനിക് കോട്ടയാണ്. ബോസ്നിയൻ കിങ്ഡമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. പിന്നീട് വന്ന ഓട്ടോമൻ സാമ്രാജ്യം ഈ ഒരു കോട്ട അവരുടെ ഒരു പ്രധാന താവളമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഏറ്റവും മനോഹരമെന്ന് പറയുന്നത് ഇതിനു മുകളിൽ നിന്നുമുള്ള ട്രാവനിക് പട്ടണത്തിൻ്റെ ആകാശ കാഴ്ചയാണ്. ഒരുപാട് പള്ളി മിനാരങ്ങളും താഴെ ഒഴുകുന്ന നദിയും മലനിരകളും എല്ലാമായി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ആ കാലഘട്ടത്തിൽ പ്രതിരോധത്തിനായി ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിൽ ഒട്ടും അതിശയമില്ല എന്ന് തോന്നിപ്പോകും. ട്രാവനിക് എന്ന് പറയുന്ന ഈ ഒരു ഹിസ്റ്റോറിക് ടൗൺ നമുക്ക് ഈ ഒരു കോട്ടയുടെ മുകളിൽ വന്നത് കൊണ്ട് കാണാം. സോ ഇതൊക്കെയാണ് ട്രാവനിക്കിലെ ആൻഡ് ഈ ഫോർട്രസിലെ കാഴ്ചകളെന്ന് പറയുന്നത്. നിങ്ങൾ ബോസ്നിയ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെരേവോ അല്ലെങ്കിൽ മോസ്റ്റാർ മാത്രം കാണാതെ ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് കൂടെ പോവാം. അപ്പോൾ കുറേ കൂടി നമുക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രവും മനുഷ്യരെ പറ്റിയും അവരുടെ സംസ്കാരവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നുള്ളതൊക്കെ. നമ്മൾ ഈ ട്രാവനിക്കിൻ്റെ കാഴ്ചകൾ, ട്രാവനിക് നഗരത്തിൻ്റെയും ആ ഫോർട്രസിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട ശേഷം നമ്മളിപ്പോൾ തിരിച്ച് നേരെ സെരേവോ നഗരത്തിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊന്നും അത്ര ഫ്രണ്ട്ലി അല്ല ഇവിടെ. സോ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ടൂർ ഗൈഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും. സോ നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സുൽഫോയുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ കോൺടാക്ട് ഹിം ആൻഡ് ഹി വിൽ അറേഞ്ച് all trips, not just in Bosnia, actually everywhere in Europe, more or less everywhere in Europe. More or less focuses on the Balkans, but Europe as well. Yeah. So Balkan region ആണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് യൂറോപ്പ് ആസ് വെൽ പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരെ സെരേവോ നഗരത്തിലേക്ക്. അങ്ങനെ ട്രാവനിക് എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ സെരേവോയിലേക്ക് വണ്ടിയെടുത്തു. ഇനിയപ്പം അടുത്ത എപ്പിസോഡിൽ നമ്മൾ നേരെ പോകുന്നത് ബോസ്നിയൻ ഹെർസിഗോവിനയിലെ മനോഹരമായിട്ടുള്ള ചരിത്രമുറങ്ങുന്ന ഒരു നഗരത്തിലേക്കാണ്, മൊസ്താർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും വീണ്ടും കാണാം. താങ്ക് യു.